ഇതിനൊക്കെ കൂടി പരിഹാരമായിട്ട് ഒരു അള്ള നമുക്ക് പോരെ? അള്ള പോരെ? അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അള്ളാന്റെ അടിമക്ക് അള്ള പോരെ എന്ന് ഖുർആൻ ചോദിക്കുക. നമ്മൾ പറയാം അള്ള സംഗതിയൊക്കെ ശരിയാണ്, അള്ളാ മമ്പർത്ത തങ്ങളും മൊയ്തീൻ ഷേഖും ബദരീകളൊന്നും ഇല്ലാത്തതൊന്നും നമുക്ക് ആലോചിക്കാൻ പറ്റൂല അള്ളാ. അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം ഒന്ന് ക്ഷമിക്കണമെന്ന് റബ്ബിനോട് അങ്ങോട്ട് ക്ഷമാപണം നടത്തേണ്ടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ മുസ്ലിം ഉമ്മത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ അപകടത്തിലാണ്. അത് എങ്ങനെയെന്നറിയോ അവതരിപ്പിക്കുന്നത്? നേരത്തെ ഇവിടെ അബ്ദുൽ ലത്തീഫ് പറഞ്ഞു മായാവി കഥ തന്നെ. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. മൻസൂർ മണ്ണാർക്കാട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ സംസാരിച്ച മൗലവി, ഇദ്ദേഹത്തിൻ്റെ പേരെനിക്കറിയില്ല, ഇന്ന് യൂട്യൂബിൽ കണ്ടൊരു വീഡിയോ ആണ്. വീഡിയോ ഡൗൺലോഡ് ചെയ്ത് മറ്റൊരു കാര്യത്തിലേക്ക് തിരിഞ്ഞപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ നോക്കാനോ പേര് നോക്കാനോ പറ്റിയില്ല. ഏതായാലും പറയുന്ന കാര്യങ്ങൾ വ്യക്തതയുണ്ട്, കേൾക്കാൻ രസമുണ്ട്, അതുപോലെ തന്നെ അറിവുകളാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കുറച്ച് വീഡിയോകൾ നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇതൊക്കെ എവിടെയാണ് പോയതിന് ശേഷം പിന്നെ എത്ര പോരെ മൗലൂദ് ഉണ്ടായിക്കണെന്നാ പറഞ്ഞത്? ഉണ്ടായിട്ടുണ്ടാവും. കാരണം ഇപ്പൊ ദിവസം മൗലൂദ് ഉണ്ടാകുക. അപ്പൊ അവസാനമായിട്ട് പുതിയൊരു മൗലൂദ് കേട്ടു. ഞങ്ങളെ കാക്കണം മടവൂരെ, ഞങ്ങളെ നോക്കണം ശൈഖോരെ, ഉങ്ങളല്ലാതൊരു തുണയും തണലും ഞങ്ങളിലില്ല മടവൂരെ. പുതിയ ബെയ്ത്താണ്, പുതിയ മൗലൂദിലെ ബെയ്ത്ത. മടവൂർ ശൈഖ് നിങ്ങളല്ലാതൊരു തുണ ഇല്ലാന്ന്. ഇതെന്താ രസം എന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ പറയും യാ സയ്യിദി സനദി, അല്ലെങ്കിൽ ഇർതഗബതു അലൽ ഖതാ ഗൈറ ഹസരി എന്നൊക്കെ പറയും റസൂലുള്ളാഹിനോട്. അതിന്റെ തൊട്ടടുത്ത് ജീലാനിന്റെ മാസം വന്നാലോ യാ സയ്യിദി സനദി ഗൗതി വയാ മദദി. അപ്പൊ മദീൻ ഷൈഖിനോട് പറയും നിങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മളെ സഹായിക്കാനാണ്. കുറച്ചിങ്ങോട്ട് വന്ന റിഫായ് ഷേഖിന്റെ പിന്നെ ആണ്ടാണ്. അപ്പൊ പറയും റിഫായ് ഷേഖ് നിങ്ങളല്ലാതെ ഒരാളെ നമ്മൾ ഈ ദുനിയാവിൽ കണ്ടിട്ടില്ല, സഹായിക്കാൻ പറ്റിയ ഒരാള്. അതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ പറഞ്ഞ മടവൂരെ നിങ്ങളല്ലാതെ ഒരു തുണയില്ല, ഒരു തണലും ഇല്ല. എന്താ ഈ പറഞ്ഞത്? മൗലൂദുകളാണ് മൂപ്പരുടെ വിഷയം. എന്താണ് മൗലൂദ് എന്നുള്ള കാര്യങ്ങളൊന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല. എന്നാലും അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് മനസ്സിലായത് CM മടവൂരിൻ്റെ പേരിൽ ഒരു പുതിയ മൗലൂദ് വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ്. അതുപോലെ ആ വാക്കിൽ വരുന്നൊരു കാര്യമാണ് ഓരോ സമയങ്ങളിൽ ഓരോ ആളുകളെ വിളിച്ചുകൊണ്ട് പറയുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ആ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഇതിനോടൊപ്പം നമ്മുടെ ക്യാപ്ഷനിൽ കൊടുത്തിട്ടുള്ള ആ കാര്യം CMനെ വലിയെന്ന് വിളിച്ചവർ ഇസ്തിഗ്ഫാർ ചെയ്തോ എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ല. ആ വിഷയത്തിൽ അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് കേട്ടു നോക്കാം. ഇപ്പൊ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ബഹുമാനപ്പെട്ട ഉസ്താദ് വലിയൊരു സദസ്സിന്റെ മുമ്പിൽ പറയാ, മടവൂർ ഷേഖ് ജീവിച്ചിരിക്കുന്ന സമയത്ത് CM മുഹമ്മദ് അബൂബക്കർ മുസ്ലിയാർ പലപ്പോഴും നമ്മളെ പ്രാസംഗികരെന്നെ മടവൂർ ഒലിയുള്ള എന്ന് പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെ മടവൂർ ഒരിക്കലും ഒലിയുള്ള അല്ല, അള്ളാന്റെ ഒലിയല്ല. മടവൂർ ഷേഖ് അള്ളാന്റെ ഒലിയേ അല്ല. അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ പറയുന്ന മഹാ അപകടമാണ്, തെറ്റാണത്. കാരണം എന്താ അറിയോ? കൃത്യമായിട്ട് 10.5 വർഷം അതിന്റെ അപ്പുറത്തോണ്ട് പിടി. അദ്ദേഹം വഫാത്താകുന്ന ആ ദിവസം മുതൽ അവിടെ നിന്ന് അങ്ങണ്ട് 10.5 വർഷം ഒരൊകത്ത് നമസ്കരിക്കാത്ത പാവ മനുഷ്യനാണ് അയാൾ. അയാൾ വഫാത്താകുന്ന ആ നിമിഷം മുതൽ അവിടെ നിന്ന് അങ്ങോട്ട് 10.5 വർഷം ഒരൊകത്ത് നമസ്കാരം നിർവഹിക്കാത്ത ആള്, ഒരു ജുമാക്ക് പങ്കെടുക്കാത്ത ആള്, ഒരൊറ്റ റമദാനിലും നോമ്പെടുക്കാത്ത ആള്. അങ്ങനത്തെ ഒരാളെ എങ്ങനെ നമ്മൾ അള്ളാന്റെ ഒലി എന്ന് പറയാ? പറ്റൂല. ഒരു പാവപ്പെട്ട മുസ്ലിയാർ, അതിനപ്പുറം പറയാൻ പറ്റൂല. ഇവിടെ ക്യാപ്ഷൻ കണ്ടിട്ട് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. അത്തരമൊരു ക്യാപ്ഷൻ കൊടുത്തത് തെറ്റിദ്ധരിപ്പിക്കാനല്ല, ആ വിഷയം തന്നെയല്ലേ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി അദ്ദേഹം തന്നെ കുറച്ച് തള്ളുമാലകളെക്കുറിച്ച് പറയുന്നുണ്ട്. അർഷിലേക്ക് ഇവിടെ നിന്ന് നോക്കിയ ആളുകളെക്കുറിച്ചും കുർസിയിലേക്ക് നോക്കിയ ആളുകളെക്കുറിച്ചുമൊക്കെ പറഞ്ഞ കുറേ കഥകളുണ്ട്. അപ്പോൾ നമുക്ക് അതും ഒന്ന് കേട്ടു നോക്കാം. ഏതായിരുന്നാലും മുഹമ്മദ് അബൂബക്കർ മുസ്ലിയാരുടെ അടുത്ത് സയ്യിദ് കുടുംബത്തിൽപ്പെട്ട ഒരാൾ വന്നോലോ. സയ്യിദ് കുടുംബത്തിൽ പറഞ്ഞ ഒരു തങ്ങന്മാരുടെ കുടുംബത്തിൽപ്പെട്ട ഒരു തങ്ങള് വന്നു, വലിയ തങ്ങളാ. എന്നിട്ട് ഈ CMനോട് ചോദിച്ചോലോ, അല്ല നിങ്ങളിപ്പോ എവിടെയാണ്? കാണുന്നില്ലല്ലോ. ഞാൻ അർശില് നോക്കി. ആര്? ഈ തങ്ങള് വന്ന തങ്ങൾക്ക് അർശ് വരെ നോക്കാനുള്ള കണ്ണുണ്ട്. ഞാൻ അർശില് നോക്കി, അവിടെ നിങ്ങളെ കണ്ടില്ല. ഞാൻ കുർസിയില് നോക്കി, അവിടെ നിങ്ങളില്ല. നിങ്ങളിപ്പോ എവിടെയാണ്? അപ്പൊ CM പറഞ്ഞാലോ, ഞാൻ അതുക്കും മുകളിലാണ്. അവിടെ ഒന്നല്ല, അതുക്കും മുകളിലാണ്. എന്തുമാത്രം കളവായി പറയുന്നത്.
ഇരിക്കണ റൂമിന്റെ ഉള്ളിൽ ഈ പറയപ്പെടുന്ന മനുഷ്യരൊക്കെ അവരിയ്ക്കണ റൂമിൽ നിന്ന് അങ്ങേ റൂമിക്ക് കണ്ണു കാണാത്തവരാ. ഇരിക്കണ റൂമിൽ മാത്രം കണ്ണാണെങ്കിൽ ലൈറ്റ് ഇടണം. രാത്രിയാണെങ്കിൽ ലൈറ്റ് ഇടാതെ ഇരിക്കണ റൂമിൽ തന്നെ കണ്ണു കാണാത്ത തങ്ങന്മാരാ ലോകത്തുള്ളത്, അള്ളാന്റെ റസൂലടക്കം. എന്തിനാ ഈ കളവ് പറഞ്ഞുണ്ടാക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ ഒരു സ്വഹാബിയുടെ വീട്ടിലിരിക്കുകയാണ്. റസൂലുള്ളാഹ് അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലിരിക്കുകയാണ്. ആ സമയത്ത് ആ സ്വഹാബിയുടെ ഉമ്മ വീട്ടിന്റെ പുറത്ത് വന്ന് എന്നിട്ട് ഉമ്മയുടെ കൈ ഇങ്ങനെ മടക്കി പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ആ മടക്കി പിടിച്ച കൈ കൊണ്ട് കുറച്ചു ദൂരെ നിൽക്കുന്ന ചെറിയൊരു കുട്ടി കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പുറത്ത്. ആ കുട്ടിനെ വീട്ടിലേക്ക് വിളിക്കുക, മോനെ ഇങ്ങോട്ട് വാ, അമ്മത് തരാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് കൈ മടക്കി പിടിച്ചിട്ട് കുറച്ച് നമ്മളൊക്കെ കാട്ടണമാതിരി കുട്ടികളെ ഇത് അങ്ങോട്ട് തരാം, അങ്ങോട്ട് വാ, അത് തരാന്ന് പറഞ്ഞിട്ട്. അപ്പൊ അമ്മ ഇങ്ങനെ കൈ മടക്കി പിടിച്ചിട്ട് ആ കുട്ടിനെ വിളിച്ചപ്പോ റസൂലുള്ള ഉടനെ അവിടെ എഴുന്നേറ്റ് ചോദിക്കാം, ഉമ്മ ആ മടക്കി പിടിച്ച കൈൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്? നിങ്ങളാ മടക്കി പിടിച്ച കൈൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്? അപ്പൊ ഉമ്മ പറഞ്ഞു, റസൂൽ ഇതാ ഒരു ഈത്തപ്പഴത്തിന്റെ ചുളയുണ്ട്, ഒരു ഈത്തപ്പഴം ഉണ്ട്, ഇതാ കുട്ടിക്ക് ഞാൻ വരുമ്പോ കൊടുക്കാനാണ്. റസൂലുള്ള എന്താ അവിടെ പറഞ്ഞതെന്നറിയോ? ആ മടക്കി പിടിച്ച കയ്യിൽ അങ്ങനെ ഒരു ഈത്തപ്പഴത്തിന്റെ ചുള പോലും ഇല്ലാതെ വ്യാജമായിട്ടാണ് ഇങ്ങനെ പിടിച്ചിരുന്നതെങ്കിൽ അള്ളാഹുവിന്റെ കോടതിയിൽ ഒരു കള്ളിയായി നിങ്ങളെ രേഖപ്പെടുത്തുമായിരുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാന്റെ തൊട്ടടുത്ത് നിന്ന് ആ ഉമ്മ വന്നിട്ട് കൈ മടക്കിയപ്പോ ആ കൈയിന്റെ ഉള്ളിലേക്ക് റസൂലുള്ളാന്റെ കണ്ണ് പോണില്ല. ഉമ്മാന്റെ കൈ ഇങ്ങനെ മടക്കി പിടിച്ചപ്പോ കൈന്റെ ഉള്ളിൽ എന്താന്ന് റസൂലുള്ളാഹ്ക്ക് കാണുന്നില്ല. അങ്ങനത്തെ റസൂലുള്ളാന്റെ വരമ്പിൽപ്പെട്ട ഒരാളാണ് ആ ഋഷിക്ക് നോക്കിയിട്ട് സിഎമ്മിനെ കാണാനില്ല എന്ന് പറഞ്ഞു. എന്താ ഈ പറഞ്ഞത്? എന്റെ പൊന്നുസ്താദ്മാരെ ഉമ്മത്തിനെ എന്തിനെങ്ങനെ വഷളാക്കുന്നു? ഇന്ന് ക്ഷമാപണത്തോടൊരു കാര്യം പറയാൻ സുഖമില്ല. അതുകൊണ്ട് ഇതൊന്നും പറയേണ്ട രൂപത്തിലല്ല നമ്മൾ ഇവിടുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ തന്നെ അത്യാവശ്യത്തിലുണ്ട്. ഇനി എന്താണ് മൗലവിക്ക് പറയാനുള്ളതെന്ന് കേട്ടു നോക്കാം. വേറൊരു ഉസ്താദ് വന്നിട്ട് പറയാ അതിനേക്കാൾ വലിയ കറാമത്ത് ഇന്ത്യ അടുത്തുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അവസാനം കറാമത്തോ കൂടിയപ്പോ ബഹുമാനപ്പെട്ട പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അദ്ദേഹം ഒരു സ്റ്റേജിൽ കയറിയിട്ട് പറഞ്ഞു, പൊന്നാര മൊയ്ലിയമാരങ്ങളിൽ കള്ള കുളൂസ് കറാമത്ത് പറഞ്ഞിട്ട് ഇടങ്ങറുണ്ടാക്കല്ലേ. കുളൂസ് കറാമത്ത് എന്ന മൂപ്പര് പറഞ്ഞത്. ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവ് അദ്ദേഹം പറഞ്ഞത് കള്ളക്കറാമത്തുകളുടെ എന്താ പറയാ ഘോഷയാത്രയാണ് നടക്കുന്നത്. ഇതൊക്കെ ആരാ ഉണ്ടാക്കി വെച്ചു കൊടുത്തത്? ആരതൊക്കെ ഉണ്ടാക്കി വെച്ചു കൊടുത്തത്? കള്ളക്കഥകൾ പണ്ടേ പറഞ്ഞു പഠിപ്പിച്ചു, ഉമ്മത്തിനെ കള്ളന്മാരാക്കി മാറ്റി. അപ്പൊ എന്ത് പറഞ്ഞാലും ഒരു പ്രശ്നമില്ലാതാക്കി. അത് തന്നെയാണ് നടക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോകളൊക്കെ കള്ളക്കറാമത്തുകൾ, പേരോട് പറഞ്ഞ പുളൂസ് കറാമത്തുകളും അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞ കള്ളക്കറാമത്തുകളുടെ ഘോഷയാത്രയും അത് ഇന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വരാനുള്ളത് മാലിക് മുസഫറിൻ്റെ പേരിലുള്ള അവാർഡ് അതൊരു മായാവിക്കഥകളുടെ രാജകുമാരനായ പകര ഹസനിക്കാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അത് ആ വീഡിയോ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതൊരു കാറ്റഗറി ആയിട്ട് ഇങ്ങനെ പോട്ടെ. അടുത്ത വീഡിയോ അതാണ് വരുന്നത്. അത് ആരാണ് പ്രഖ്യാപിക്കുന്നത് എന്നുള്ളതും പിന്നെ ഹസനിയുടെ ഒരു മായാവിക്കഥയൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. ഇനി എന്താണ് മൗലവിക്ക് പറയാനുള്ളത്? വല്ല കറാമത്തും പറയാനുണ്ടെങ്കിൽ അതും കൂടി പറയട്ടെ അല്ലേ? ഒരു ഉസ്താദ് പറയാ, സിഎം മരിക്കണതിന്റെ മുമ്പ് അദ്ദേഹത്തിന്റെ നാട്ടിലെ കാളി വന്നപ്പോ അദ്ദേഹത്തോട് ഒരു വസിയത്ത്, പിന്നെ ഞാനാണ് ആദ്യം മരിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്റെ മയ്യത്ത് കുളിപ്പിക്കണം, നിങ്ങളാ മരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ മയ്യത്ത് ഞാനും കുളിപ്പിക്കണ്ട്. ഇതാണ് വസിയത്ത്. അപ്പോ ആദ്യം സിഎം മരിച്ചു. അങ്ങനെ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ വസിയത്ത് ചെയ്യപ്പെട്ട ആളെന്നെ വന്നു, കാളി വന്നു. അങ്ങനെ വെള്ളമൊക്കെ എടുത്ത് കുളിപ്പിക്കാൻ വേണ്ടി നിൽക്കണ നേരത്ത് സിഎം തല പൊന്തിച്ചിട്ട് കണ്ണു തുറന്നിട്ട് ഇങ്ങനെ നോക്കുക. മരിച്ചെടുക്കണ സിഎം തല പൊന്തിച്ച് കണ്ണ് തുറന്ന് നോക്കുകയാണ്, ഞാൻ പറഞ്ഞ ആളെന്നെയാണോ കുളിപ്പിക്കാൻ വന്നിക്കണെന്ന്. അപ്പൊ കാളി പറഞ്ഞു, ഞാൻ തന്നെ, നിങ്ങൾ കണ്ണ് പൊട്ടിക്കളി, നിങ്ങൾ പറഞ്ഞു ഞാൻ തന്നെയാണ്. നിങ്ങൾ ഇടങ്ങറുണ്ടാക്കല്ലേ, കണ്ണുക്ക് വെള്ളവും വെള്ളം ഒഴിച്ചാല് കണ്ണു പൊട്ടി. ഈ തരത്തിലൊക്കെ പറയുമ്പോ നമ്മളെ പാവം മുസ്ലിം ഉമ്മത്ത് ആകെ അങ്ങനെ ബർക്കാണ്. പടച്ചോനെ മരിച്ചോടത്തുനിന്ന് കണ്ണ് തുറന്നിട്ട് പിന്നെ മയ്യത്ത് കുളിപ്പിച്ചാൻ വന്ന ആളെ വരെ നോക്കി ആളാണ് സിഎം. കാരണം ഉസ്താദുമാരാ പറയണത് കളവ് പറയില്ലെന്ന ഉമ്മത്ത് വിചാരിക്കണത്. മരിച്ചു കിടക്കുന്ന മയ്യത്ത് തല ഉയർത്തി നോക്കിയെന്ന് വസിയത്ത് ചെയ്ത ആള് തന്നെയല്ലേ മയ്യത്ത് കുളിപ്പിക്കുന്നത് നോക്കാന്. അയ്യോ, ഇത്തരത്തിലുള്ള പുളൂസ് കഥകൾ, പുളൂസ് കറാമത്തുകൾ, ഇത്തരത്തിലുള്ള കള്ളക്കറാമത്തുകളുടെ തള്ള് ഇത് തന്നെയല്ലേ
അമ്പലക്കടവും പറഞ്ഞതും പേരോടൻ പറഞ്ഞതും സത്യമായില്ലേ? ഇത് ഏതിലാണ് പറഞ്ഞിട്ടുള്ളത്, എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം വീഡിയോകൾ തന്നെയാണ് മിക്കവാറും ഈ ചാനലിൽ ഇതുവരെയും വന്നിട്ടുള്ളത്, ഇനിയും വരാനുള്ളതും. അപ്പോൾ അതെല്ലാം നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഇനി എന്താണ് പറയാനുള്ളതെന്ന് കൂടി നോക്കാം. എന്തിനാ നമുക്ക് കളവ് പറഞ്ഞിട്ടൊരു ദീനിന്റെ പ്രചരണം? സത്യസന്ധമായ ആയിരക്കണക്കിന് കഥകൾ, അള്ളാന്റെ റസൂലിന്റെ 13 വർഷത്തെ മക്കയിലെ ജീവിത ചരിത്രം, 10 വർഷത്തെ മദീനയിലെ ജീവിത ചരിത്രം നമുക്ക് ഖിയാമത്ത് നാൾ വരെ നമ്മൾ ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കാണ്ട്. നോക്കി നിങ്ങള്, നേരത്തെ അബ്ദുൽ ലത്തീഫ് മദനി പറഞ്ഞല്ലോ, റസൂലുള്ളയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവുക, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവുക. ആ പോണ പോക്കോ വഴിയിൽ വെച്ച് മുഹമ്മദിന്റെ തലയെങ്ങാനും അറുത്തെടുത്ത് കൊണ്ടുവരികയാണെങ്കിൽ 100 ഒട്ടകത്തെ തരാമെന്ന് പറഞ്ഞിട്ട് അതിൽ ആഹ്ലാദഭരിതരായ മുശ്രിക്കുകളായ ഖുറൈശികൾ ഓടുകയാണ് മുഹമ്മദിനെ കിട്ടാൻ വേണ്ടി. 100 ഒട്ടക കിട്ടാൻ പോണ ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുറച്ചു സമയം മുമ്പിൽ ഇങ്ങനെ നടക്കും. പെട്ടെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ബാക്കിലേക്ക് കൊണ്ടുവരും, പിന്നെ ഇടത്തേക്ക് മാറും. അപ്പൊ റസൂൽ ചോദിച്ചു, എന്താ അബൂബക്കറേ? അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, ആരെങ്കിലും മുന്നിൽ കൂടെ നിങ്ങൾ ആക്രമിക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തടയാനാ. പിന്നെ എനിക്ക് തോന്നും ബാക്കിൽ ആരോ വരണുണ്ട്, അപ്പൊ ഞാൻ ബാക്കിൽ നിൽക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അത് വിശദീകരിക്കുന്നില്ല. ഇന്നിപ്പോ പറഞ്ഞെന്താണെന്നറിയോ? ഒരു ഒലിയിന് 40 തടി ഉണ്ടാവുമല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒറ്റ തടി ഉണ്ടായിട്ടുള്ളൂ. അള്ളാന്റെ റസൂലിനും ഒരു തടി ഉണ്ടായിട്ടുള്ളൂ. ഉമർ ഖത്താബിനും ഒരു തടി ഉണ്ടായിട്ടുള്ളൂ. പിന്നെ എവിടുന്ന് തുടങ്ങിയിട്ടാണ് ഈ ഒലിയിന് 40 തടി ഉണ്ടായാൽ തുടങ്ങിയത് എന്നുള്ളത് മായാവി കഥയിൽ നിന്നല്ലാതെ ഖുർആനിൽ നിന്നോ തിരുസുന്നത്തിൽ നിന്നോ കാണാൻ കഴിയില്ല. ആയതുകൊണ്ട് ആ തരത്തിലുള്ള കഥകൾ മുഴുവനും അവസാനിപ്പിക്കണം. ഇവിടെ നിസ്കരിക്കാത്ത ആള് പലപ്പോഴും മക്കത്ത് നിസ്കരിക്കുന്നുണ്ട് എന്നാ പറഞ്ഞത്. സീമൊക്കെ മക്കത്ത് പോയിട്ട് നിസ്കരിച്ചിങ്ങാണ്ട് വരലായിരുന്നാ. ഞാൻ ചോദിക്കട്ടെ, മക്കത്തെ ഇമാമും ജമാഅത്തൊക്കെ മുജാഹിദുകളുടെ വഹാബികളുടെ അല്ലേ? ആ വഹാബികളെ CM സ്വീകരിക്കുവോ? അവരെ സ്വീകരിക്കാൻ പറ്റൂല എന്നല്ലേ നിങ്ങളിവിടെ ജനങ്ങളോട് പറയണത്? അങ്ങനത്തെ മക്കത്തേക്ക് എന്തിനാ CM നിസ്കരിക്കാൻ പോണത്? അപ്പൊ CM-ന് പറ്റുന്നു, മറ്റുള്ളവർക്ക് പറ്റൂല എന്നോ? സഹോദരങ്ങളെ, ഇന്ന് വരെ ഇവര് പറഞ്ഞ ഒരു വലിയും ഭക്ഷണം കഴിക്കാൻ മക്കത്തേക്ക് പോയതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. ഇവര് നിലച്ചൊക്കെ ചോറ് കഴിച്ചില്ല, കാരണം ഇവർ മക്കത്തിനെ ഉപയോഗിച്ചത് നിങ്ങൾ കേട്ടുക്കണം ഇല്ല. ഈ ഭക്ഷണമൊക്കെ കഴിച്ച് വയറ്റിൽ നിന്ന് പോകുന്ന ഇടപാടുണ്ടല്ലോ, അതായത് നമ്മൾ കക്കൂസ് പോകാന്ന് പറഞ്ഞ ആ ഒരു പരിപാടിക്ക് ഇവർ ഇതുവരെ മക്കത്തേക്ക് പോയിട്ടില്ല. അതൊക്കെ ഓൻ ഇരിക്കണ, അയാൾ കിടക്കണ റൂമിലുള്ള കക്കൂസിലും റൂമിലും. നിസ്കാരം അത് മക്കത്താ. അപ്പൊ തന്നെ അതിൽ എന്തോ ഒരു പെശകുണ്ട്. ആ പെശക് നമ്മൾ ഉസ്താദുമാരോട് ചോദിക്കണം, എന്തിനാ ഉസ്താദെ ഈ നിസ്കാരത്തിന്റെ നേരത്തെ ഇവര് മണ്ടണ്? മാത്രവുമല്ല സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ ലൊഹർ നമസ്കരിക്കുന്നത് സമയം 12:30 മണി, 1 മണിന്റെ സമയം അവിടുത്തെ ലൊഹർ. ആ സമയത്ത് മക്കത്ത് 10 മണി ആയിട്ടുള്ളൂ. അവിടെ ലൊഹർ ബാങ്ക് കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെ ഇയാൾ അവിടെ പോയിട്ട് നിസ്കരിക്കുക? അതെങ്കിലും ഒന്ന് ആലോചിക്കണ്ടേ? നമ്മളെ നാട്ടിൽ അസർ നമസ്കരിക്കുന്നത് ഇന്ന് 3:30 4 മണിന്റെ ഇടയിലാ. ആ സമയം അവിടെ 2 മണിക്കൂർ പിന്നെയും കഴിഞ്ഞിട്ട് മക്കത്ത് തുടങ്ങുള്ളൂ, 2.5 മണിക്കൂർ കഴിഞ്ഞിട്ട്. അപ്പൊ എങ്ങനെ ഈ നിസ്കാരം ഈ ലോഹറിന്റെ നേരത്ത് ബാങ്ക് കൊടുക്കാത്ത മക്കത്ത് പോയിട്ട് ഒരു നിസ്കരിച്ചു കണ്ട് വരിക? അതൊന്ന് ചോദിച്ചുകൂടെ നമുക്ക്? ഇതൊക്കെ നമ്മളെ ബുദ്ധിന്റെ ഉള്ളിൽ ചോദിക്കാൻ പറ്റിയ ചോദ്യങ്ങളല്ലേ? അതുകൊണ്ട് ഉസ്താദുമാരോട് പറയാ, ഞങ്ങൾക്ക് സ്വർഗം ലഭിക്കണം എന്നതുകൊണ്ടാണ് ഞങ്ങൾ മുസ്ലിമായി ജീവിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ എന്തെല്ലാം ആഘോഷ പാർട്ടികളുണ്ട്, ഏതെല്ലാം ആവേശ പാർട്ടികളുണ്ട്. അതിലൊക്കെ ചാടിക്കളിച്ച് അങ്ങനെ തിമിർത്ത് ഈ ലോകത്ത് ഇങ്ങനെ അവസാനിച്ച് പോയാൽ പോരെ? അത് പോരാ. ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ അടുത്ത് അല്ലാഹുവിന്റെ മലായിക്കത്തുകൾ സന്തോഷ വാർത്തയുമായിട്ട് വരണം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു ثم استقاموا تتنزل عليهم الملائكة അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ. 40-ാം വയസ്സിൽ നുബുവത്ത് കിട്ടിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക കാലഘട്ടം 13 വർഷവും മദീന കാലഘട്ടം 10 വർഷവും ഇതിനിടയിലുള്ള ആയിരക്കണക്കിന് കാര്യങ്ങളുണ്ടെന്നാണ് മൗലവി പറഞ്ഞത്. സത്യമല്ലേ അത്? ആയിരക്കണക്കിന് കാര്യങ്ങൾ. സച്ചരിതരായ സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ ബാച്ച് വിദ്യാർത്ഥികളാണ്. സന്തത സഹചാരികളായ സ്വഹാബത്തിനെ ശിർക്കിൽ നിന്നും തൗഹീദിലേക്ക് കൊണ്ടുവന്ന, അതിനുശേഷം ലോകത്തെ ഏറ്റവും ഉത്തമരായ ഒരു കാലഘട്ടം അത് സൃഷ്ടിച്ച ആ സ്വഹാബത്തെ കിറാമ് പഠിച്ച കാര്യങ്ങൾ, അവരിൽ നിന്നുള്ള കാര്യങ്ങൾ, ഇത് പോരെ നമുക്ക്? ഇവിടെ ഹിജ്റയാത്ത് നടത്തുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും നടക്കുന്ന ആ ഒരു ചരിത്രം അത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതാണ്. ആ ചരിത്രത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏതെങ്കിലും ദിശയിൽ നിന്ന്, ഏതെങ്കിലും ഭാഗത്തു നിന്ന് ശത്രുക്കൾ ആക്രമിക്കുമോ എന്ന് ഭയന്നുകൊണ്ട് 4 ഭാഗത്തു നിന്നും
മുന്നിലും പിന്നിലും സൈഡിലും നിന്നുകൊണ്ട് സുരക്ഷ തീർത്തുകൊണ്ട് നടന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെക്കാട്ടിലും വലിയ വലിയുണ്ടോ? കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നുകൊണ്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന മാലാക, ആ മാലാക വന്നുകൊണ്ട് പറയാണ് അബൂബക്കറും ഫിൽ ജന്ന. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിച്ചുകൊണ്ട്, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചുകൊണ്ട്, അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ട് ജീവിച്ച, അള്ളാഹുവിനെ സ്നേഹിക്കൽ കാരണമായിക്കൊണ്ട് അള്ളാഹു സ്നേഹിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഏറ്റവും പരമോന്നത സ്ഥാനമല്ലേ കൊടുത്തത്? സ്വർഗം. ഈ സ്വർഗം അള്ളാഹു ജീവിതകാലത്ത് തന്നെ വാഗ്ദത്തം ചെയ്ത 10 സ്വഹാബിമാരിൽ ഒരാളായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം വലിയല്ലേ? ആ വലിയന് 40 തടി ഉണ്ടോ? അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും ചിന്തിക്കാനുള്ള ബുദ്ധിയും ബോധവും ഇല്ലാത്ത നിലയ്ക്ക് ആ ഒരു ലെവലിലേക്ക് ഈ ജനങ്ങളെ എത്തിച്ചിട്ടുണ്ട്. ഇത് ഇവിടെ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരാളെങ്കിലും മാറുക എന്നുള്ളത് മാത്രമാണ്. ഇനിയും തള്ളുമാലകളും പെരോഡ് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞ പുളൂസുകളും എല്ലാം നമ്മളിവിടെ കൊണ്ടുവന്നുകൊണ്ടിരിക്കും. അടുത്തൊരു വീഡിയോയിൽ വരും വരേക്കും സൈനിങ് ഔട്ട്, മൻസൂർ മണ്ണാർക്കാട്.